വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വളരെ സുപരിചിതമായ വാക്യങ്ങളാണ്. നമുക്ക് വായിച്ചു കേൾപ്പിക്കാം. ജോൺ ചാപ്റ്റർ 13 verse 23 to 26. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിൻ്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു. ശീമോൻ പത്രോസ് അവനോട് ആംഗ്യം കാട്ടി. അവൻ പറഞ്ഞത് ആരെ കൊണ്ടെന്ന് ചോദിപ്പാൻ പറഞ്ഞു. അവൻ യേശുവിൻ്റെ നെഞ്ചോട് ചാഞ്ഞു. കർത്താവേ, അതാരെന്ന് ചോദിച്ചു. ഞാൻ അപ്പക്കണ്ണം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. മതി. വളരെ സുപരിചിതമായ 3 വാക്യങ്ങളാണ് ഇന്ന് പകലത്തെ ധ്യാനത്തിനായി വായിച്ചത്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ യോഹന്നാനെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. 3 ആശയങ്ങൾ ഈ വാക്യത്തിലുണ്ട്. 1, എപ്പോഴും യേശുവിൻ്റെ മാറോട് ചാരിയിരിക്കുന്ന യോഹന്നാൻ. 2, യേശുവിൽ നിന്ന് മാത്രം എപ്പോഴും അറിയാൻ ആഗ്രഹിക്കുന്ന യോഹന്നാൻ. 3, ദൈവത്തിന് സ്തോത്രം, യേശുവിനോട് മാത്രം എല്ലാ കാര്യവും ചോദിക്കുന്ന യോഹന്നാൻ. ഈ 3 ആശയങ്ങളെ മുൻനിർത്തിയാണ് അല്പനേരം നിങ്ങളോട് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ഐശ്വര്യമായി പറയാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം കർത്താവിൻ്റെ രാജ്യം എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഉപമകളിലൂടെ, അനുഭവങ്ങളിലൂടെ കർത്താവ് തൻ്റെ രാജ്യത്തെ വളരെ ഭംഗിയായി ജനഹൃദയങ്ങളിൽ വെളിപ്പെടുത്തുവാൻ തുടങ്ങി. അതിന് കർത്താവ് കുറേ ഉപമകൾ എടുക്കുവാൻ ഈ ഭൂമിയിൽപ്പെട്ട കുറേ കാര്യങ്ങൾ എടുത്തു. സ്തോത്രം. കുഴച്ചു വെക്കുന്ന മാവിനോട് തുല്യമെന്ന് പറഞ്ഞു. വയലിലിടുന്ന ഒളിപ്പിച്ചു വെച്ച നിധിക്ക് തുല്യമെന്ന് പറഞ്ഞു. മുത്തന്വേഷിക്കുന്ന വ്യാപാരിക്ക് തുല്യമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇപ്പം നമ്മളൊരു രാജ്യത്ത് പോയി കണ്ടുവച്ച്, ഇപ്പം ഞാൻ കാനഡയിൽ പോയി കാനഡ കണ്ടിട്ട് ഇവിടെ വന്ന് കാനഡ എന്താണെന്ന് നിങ്ങളോട് എത്ര പറഞ്ഞാലും നിങ്ങളുടെ അകത്ത് കാനഡ പതിയണമെന്നില്ല. പക്ഷേ കാനഡയിൽ ചെന്നാലേ കാനഡ എന്താണെന്ന് നിങ്ങളുടെ ഉള്ളിൽ പതിയത്തുള്ളൂ. കർത്താവിൻ്റെ എല്ലാ പ്രസംഗങ്ങൾക്കകത്തും നമ്മുടെ വീട് പണിയാനും നമുക്ക് കാറ് വാങ്ങിക്കാനും നമ്മുടെ കുഞ്ഞിനെ കെട്ടിക്കാനും ഉള്ള പ്രസംഗങ്ങളല്ല ഏറ്റവും കൂടുതൽ യേശുവിൻ്റെ പ്രസംഗം തൻ്റെ രാജ്യത്തെക്കുറിച്ചായിരുന്നു. നിങ്ങളുടെ ഉള്ളിൽ പതിയേണ്ട ഏറ്റവും വലിയൊരു ചിത്രമാണ് കർത്താവിൻ്റെ രാജ്യം. ആ രാജ്യം ഹൃദയത്തിൽ പതിഞ്ഞവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അത് പതിഞ്ഞവൻ ഈ ലോകം ചെറുതാ, അത് പതിയാത്തവൻ ഈ ലോകം വലുതാ. അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ നഗരം നോക്കി പാർത്തെന്ന ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ വചന വെളിപ്പാടിലോട്ട് വരാം. കർത്താവായ യേശു ക്രിസ്തു ശുശ്രൂഷയ്ക്ക് തന്നെ വന്നിട്ട് അവൻ പെട്ടെന്ന് 12 പേരെ തിരഞ്ഞെടുത്തു. ഒരുത്തനെ 6 പേരെ വലത്തും 6 പേരെ ഇടത്തും നിർത്തി. കർത്താവ് നടുത്ത് നിന്നുകൊണ്ട് ശുശ്രൂഷയുടെ സ്ട്രക്ചർ കർത്താവ് അങ്ങോട്ട് വലുതാക്കി. ഒരു സഭയിലെ പാസ്റ്റർക്ക് മിനിമം ഒരു 100 വിശ്വാസിയെ നോക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. അതിൽ കൂടുതൽ നോക്കണമെങ്കിൽ അടുത്തൊരു പാസ്റ്റർ കൂടെ വേണം. ഈ ചർച്ചിനകത്തും മറ്റുള്ള വലിയ കൂട്ടായ്മകൾക്കകത്തും അപ്ലൈ ചെയ്തിരിക്കുന്ന സിസ്റ്റം യേശുക്രിസ്തു കാണിച്ചു തന്ന സിസ്റ്റമാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ശുശ്രൂഷകന്മാരുടെ നിര കണ്ടോ? ഇതിൻ്റെ കാരണം എന്താ? ദൈവത്തിന് സ്തോത്രം. ഒരു ലീഡർക്ക് മാക്സിമം നോക്കാൻ പറ്റുന്ന കപ്പാസിറ്റി 100 അല്ലെങ്കിൽ 150 ആകാം. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കണം. ഇവിടെ കർത്താവ് 12 പേരെ തിരഞ്ഞെടുത്തു. ശുശ്രൂഷയുടെ ലെവൽ വർദ്ധിപ്പിക്കണം. കാരണം തൻ്റെ കൂടെ ശുശ്രൂഷക്ക് അവരെ കാണിച്ചു പഠിപ്പിച്ചു, സംസാരിച്ച് പഠിപ്പിച്ചു. ബൈബിൾ നമ്മൾ പഠിക്കുമ്പം ജനത്തോട് യേശു സംസാരിച്ച സമയവുമുണ്ട്, ശിഷ്യന്മാരോട് മാത്രം സംസാരിച്ച സമയവുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. വിത്തിൻ്റെ ഉപമ കർത്താവ് പറഞ്ഞേച്ച് ഒരു മനുഷ്യൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു. ദൈവത്തിന് സ്തോത്രം. ചിലത് പാറസ്ഥലത്ത് വീണു, ചിലത് മണ്ണിൻ്റെയിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. കേട്ടവർക്കും ഒന്നും മനസ്സിലായില്ല, ശിഷ്യന്മാർക്കും ഒന്നും മനസ്സിലായില്ല. യേശു മാത്രമുള്ളപ്പോൾ അവരടുത്ത് എന്ന് ചോദിച്ചു, കർത്താവ് എന്താണ്? കർത്താവ് പറയുകയാണ്, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചില്ല. കണ്ടോ? യേശു പരസ്യപ്രസംഗത്തിൻ്റെ രഹസ്യ ചുരുൾ അഴിയുന്നത് മുഴുവൻ ശിഷ്യന്മാരും യേശുവും കൂടുന്ന സമ്മേളനത്തിലാണ്. യേശുക്രിസ്തുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. 12 ശിഷ്യന്മാർ ഈ ബൈബിൾ പഠിക്കുമ്പം അത് കൂടാതെ 70 പേരുടെ കർത്താവിനുണ്ട്. ഈ 12 പേർക്കകത്തും വേറെ കൃത്യമുണ്ട്. 3 പേർ വ്യത്യസ്തരാണ്. അവരാരൊക്കെയാണെന്നറിയാമോ? പത്രോസും യാക്കോബും യോഹന്നാനോടും. നിങ്ങൾ ശ്രദ്ധിക്കണം.
ജനത്തോട് സംസാരിക്കുന്ന യേശുവിൻ്റെ സംസാരമുണ്ട്, 12 പേരോട് സംസാരിക്കുന്ന സംസാരമുണ്ട്, 3 പേരോടായിട്ട് മാത്രം സംസാരിക്കുന്ന സംസാരമുണ്ട്. ഞാൻ വചന വെളിപ്പാടിലോട്ട് വരിക. ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ ദൈവത്തെ കണ്ടറിഞ്ഞവരായി ഇന്ന് യോഗത്തിൽ വന്നവരല്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യം, നീ 70ൻ്റെ കൂട്ടത്തിൽ വരുമോ, 12ൻ്റെ കൂട്ടത്തിൽ വരുമോ, അതോ 3ൻ്റെ കൂട്ടത്തിൽ വരുമോ? 3ൻ്റെ കൂട്ടത്തിലും ഒരു വ്യത്യസ്തതയുള്ള ഒരുവനെ വരച്ചു കാണിച്ചത് യേശുവിൻ്റെ മാറോട് എപ്പോഴും ചാരി ചാരി ഇരിക്കുന്ന ഒരു യോഹന്നാനെ കുറിച്ച്. അങ്ങനെയാണെ ഒരു പടി കയറി പറയട്ടെ, 70ൻ്റെ കൂടെ വരുമോ, 12ൻ്റെ കൂടെ വരുമോ, 3ൻ്റെ കൂടെ വരുമോ, അതോ 1ൻ്റെ കൂടെ വരുമോ? ഞാൻ ഇനി ഇച്ചിരി ദൂത് ഗമനമായി പറയുക. കയ്യടിയുടെ ആക്കം കൂടുന്നത് ആത്മീകതയുടെ ലക്ഷണമല്ല. എഴുന്നേറ്റ് നിൽക്കുന്നതും കസാര തള്ളിമറിക്കുന്നതുമൊന്നും ആത്മീകതയുടെ കാഠിന്യമല്ല. ആത്മീകതയുടെ അത്തിച്ചകോടി എന്താണെന്നറിയാമോ? ഒരു ഹൃദയബന്ധമാണ്. ഒരുത്തർക്കും പറിച്ചറിയാൻ കഴിയാത്ത, ഒരു ശക്തിക്കും പിഴുതെറിയാൻ കഴിയാത്ത ആഴമേറിയ ആത്മീക ബന്ധം, അത് ഹൃദയബന്ധമാണ്. ഓർക്കണം, നിന്നിൽ പകർന്ന ശക്തിയെ, നിന്നിൽ പറഞ്ഞ തേജസ്സിനെ, നിന്നിൽ പകർന്ന കൃപയെ ചോർത്തിയെടുക്കാൻ കൊതിക്കുന്ന ദലീലമാർ ഈ മണ്ണിലുണ്ട്. ദലീല എന്താ? ഈ ലോകമാണ്. അങ്ങനെയെങ്കിൽ ഓർത്തോ നോക്കിയോളം, നിന്നിൽ പകർന്ന ശക്തിയുടെ ഉറവിടത്തെ പിടിച്ചു കെട്ടുവാൻ, നിഗൂഢ പദ്ധതിയുമായി നിന്റെ ഹൃദയ രഹസ്യം ചോർത്തിയെടുക്കുവാൻ അടുത്തു വരുന്ന ലോകശക്തികൾ ഒരു വശത്ത് വെല്ലുവിളിക്കുമ്പോൾ മറുവശത്ത് ആര് പറിച്ചാലും പറയാത്ത ആഴമേറിയ ഹൃദയബന്ധമുള്ള യോഹന്നാനെ പോലെ ആ മാറോട് ചാരി ജീവിക്കാൻ. ഓ ഹല്ലേലൂയ! തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഞായറാഴ്ച ഒരു കല്യാണമുണ്ട് ബ്രദറെ, ദൈവത്തിന് സ്തോത്രം. സ്വന്തം അമ്മച്ചൻ്റെ മോഹൻ്റെയാ ബ്രദറെ, എങ്ങനെയാ പോകാതിരിക്കുന്നേ? സ്തോത്രം, സ്തോത്രം. ശ്രദ്ധിക്കണം, ഞായറാഴ്ച ഒരു മരണമുണ്ട് ബ്രദറെ, തൊട്ടടുത്ത വീട്ടിലാണ് ബ്രദറെ ഉണ്ടായേക്കുന്നേ. ദൈവത്തിന് സ്തോത്രം. 2:30 വീട്ടിൽ ശുശ്രൂഷ തുടങ്ങുന്നേ, എങ്ങനെയാ ബ്രദറെ മാറിപ്പോകുന്നേ? ബ്രദറെ, ഞായറാഴ്ച രാവിലെ ഒരു മാമോദിസ ഉണ്ട് ബ്രദറെ, പള്ളി പിരിഞ്ഞവണേ മാമോദിസ, സ്വന്തം അനിയൻ്റെ മോനെയാ ബ്രദറെ, എങ്ങനെ പോകാതിരിക്കും? ഞാൻ ചോദിക്കട്ടെ, മരണത്തിനും കല്യാണത്തിനും മാമോദിസയ്ക്കൊക്കെ പ്രാധാന്യമുണ്ടെങ്കിലും നിന്റെ രക്ഷകന് നിന്റെ ലൈഫിൽ ഒരു പ്രാധാന്യതയും ഇല്ലയോ? ഉണ്ടെന്നില്ല. കാലുവേദന ഉണ്ടെങ്കിൽ നീ സഭായോഗം നടക്കും, കാലുവേദന ഉണ്ടെങ്കിൽ നീ കല്യാണം മുടക്കുകയില്ല, കാലുവേദന ഉണ്ടെങ്കിൽ നീ ആരാധന മുടക്കും, കാലുവേദന ഉണ്ടെങ്കിൽ ടൂർ മുടക്കുകയില്ല. എവിടെയാണ് കിടക്കുന്നത്? അടിച്ചപ്പം തീറ്റിച്ചാൽ അപ്പം തിന്നുകയില്ല, മറിച്ച് വേണമെന്ന് വിചാരിച്ചാൽ എപ്പോൾ വേണേലും തിന്നാം. ഞാൻ ഇച്ചിരി വചന വെളിപ്പാടിൻ്റെ ആഴത്തിലോട്ട് വരാം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. എവിടെ യേശു എന്നൊരു ചോദ്യം മനുഷ്യ മനസ്സുകളിലുണ്ട്. ഞാൻ ഇത്രയും നാൾ ദൈവത്തെ വിളിച്ചിട്ടും ഒരു ലിമിറ്റിനപ്പുറത്തോട്ട് എന്താ ഞാൻ അനുഗ്രഹിക്കപ്പെടാത്തതെന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഉത്തരം ഞാൻ തരാം. ഹൃദയം കൊണ്ട് ഒട്ടിക്കോ, അവൻ നിങ്ങളുടെ ലൈഫിൽ വലിയവനായിരിക്കും. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, നിങ്ങൾ ബൈബിളിൽ പഠിച്ചു നോക്കി, 12 പേരെയും കൊണ്ട് മലയുടെ മറുരൂപ മലയുടെ അടിവാരത്തിലെത്തിയിട്ട് ദൈവത്തിന് സ്തോത്രം 9 പേരെ നിർത്തിവെച്ച് 3 പേരെയും കൊണ്ട് യേശു പോവുക. ബൈബിളിൽ എഴുതിയിരിക്കുന്ന ദൈവത്തിന് മുഖപക്ഷമില്ല. പറയാം, ചില കാര്യങ്ങൾ ചിലരോട് മാത്രം പറയാൻ എന്നും സമയം കണ്ടെത്തിയവനാ കർത്താവ്. ഞാൻ ഇന്ന് ദൂത് തുടങ്ങുക. മറ്റാരോടും പറയാത്ത കാര്യം നിന്നോട് പറയാൻ ദൈവത്തിന് കൊതിയുണ്ട്. ഇച്ചിലൂടെ അടുക്കാൻ തയ്യാറാകുമോ? നിന്റെ ബെഡ്റൂമിനെ സ്വപ്നത്തിൻ്റെ മുറിയാക്കാൻ ദൈവത്തിന് പ്ലാനുണ്ട്. നിന്റെ വീടിനകത്ത് ദൈവത്തിന് ഇടപെടാൻ പ്ലാനുണ്ട്. നിന്റെ സന്തതിയുടെ ചരിത്രം വേറെ ആരും പ്രവചിക്കും മുമ്പ് നിന്റെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടുത്തി തരാൻ ദൈവത്തിന് പ്ലാനുണ്ട്. പക്ഷേ അടുക്കാൻ കഴിയുമോ? അല്പം കൂടെ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ആരാധന ആശീർവാദം പറഞ്ഞ് 9:30 9:45 ഇവിടുന്ന് പിരിഞ്ഞേക്കാം. പക്ഷേ നിന്റെ ബന്ധം 2.5 മണിക്കൂറത്തെ കയ്യടിയല്ല, ഒരായുസ് മുഴുവനാണ്. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിങ്ങൾക്കറിയാമോ, സാത്താൻ്റെ അന്നത്തെയും ഇന്നത്തെയും പോര്. സ്തോത്രം. നിന്റെ വീട് പണിയോടും നിന്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തോടുമല്ല, നീയും കർത്താവും തമ്മിലുള്ള ഹൃദയബന്ധത്തെയാണ്. ധന്യനായ പൗലോസ്ലീഹ കൊരിന്ത്യയിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ക്രിസ്തു എന്ന ഏക പുരുഷന് നിന്നെ നിർമ്മലകനിയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. എന്ന സർപ്പം ഉപായത്താൽ ഹവ്വായെ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിലുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കേട്ടോ, യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, ഹൃദയം കൊണ്ട് എന്നെ വിട്ട് അകന്നിരിക്കുന്നു. ഒരു ചോദ്യം, നീയും കർത്താവും തമ്മിലുള്ള പേഴ്സണൽ റിലേഷനിൽ എന്തുമാത്രം അകലമുണ്ടെന്ന് അവരവർ അളന്നു കുറിച്ച് ഇന്ന് അകലം കുറയ്ക്കണം. സ്തോത്രം. ചില ഹൃദയങ്ങൾ ദൈവത്തോടടുത്താൽ യാക്കോബ് പറയുക, എന്നോടടുത്തുവാ, ഞാൻ നിന്നോടടുത്തു വരാം. മുടിയനായ പുത്രൻ എല്ലാം നഷ്ടപ്പെടുത്തിയ ചോടി വരുമ്പം ശിക്ഷിക്കുവല്ല ചെയ്തത്, അടുക്കാൻ കൊതിച്ചവനോട് ഓടി അടുത്തവനാ അപ്പൻ.
അങ്ങനെയെങ്കിലും ഒരു ദൂത് പറയാം. ദൈവം കൊതിക്കുന്നു ചിലരോട് അടുക്കാൻ, ദൈവം ആഗ്രഹിക്കുന്നു ചിലരോട് അടുക്കുവാൻ, ദൈവം കൊതിക്കുന്നു നിന്നോട് അടുക്കുവാൻ. നിന്റെ കുടുംബത്തിൽ ആരുടെയും ചരിത്രം വെളിപ്പെടുന്നതിനും അധികം നിന്റെ ചരിത്രം തിരുത്തി എഴുതാൻ യേശു കൊതിക്കുന്നു. യുടെ ഗഹനമായി ദൂതിലോട്ട് വരാം. നോക്കിക്കേ, 3 പേരെയും കൊണ്ട് മറുരൂപ മലയുടെ നെറുകയിൽ കർത്താവ് പോവുക. ആരെയൊക്കെയാ കൊണ്ടുപോയ? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. എന്താ ചോദ്യം? 9 പേരോട് എന്താ വേറുകൃത്യം? പറയാം. കാണിക്കേണ്ടവനെ കാണിക്കേണ്ട സമയത്ത് കൃത്യമായി കാണിക്കുന്നവനാ കർത്താവ്. ഞാൻ ഒരു വെളിപ്പാടിലൂടെ പറയാം. ആരെയും കാണിക്കാത്ത ചിലത് നിന്നെ കാണിക്കാൻ യേശുവിന് ആഗ്രഹമുണ്ട്. ആരോടും പറയാത്തത് നിന്നോട് പറയാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. എത്ര പേര് അതിന് ആമീൻ പറയും? നാടും വീടും പ്രതികൂലമാകുമ്പോഴും നിന്നോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. ബൈബിളിലെ വാക്യം ശ്രദ്ധിച്ച, കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിലും നിന്നോട് അവൻ സംസാരിക്കും. ഇടിമുഴക്കത്തിൻ്റെ മറവിലും അവൻ നിന്നോട് സംസാരിക്കും. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന നിന്നോട് ആത്മാവ് പറയുക, 14 ദിവസം സൂര്യചന്ദ്രന്മാരെ കാണാതെ അദ്രിയാക്കടലിൽ മുങ്ങിത്താഴുന്ന കപ്പലിൻ്റെ തട്ടിക്കിടന്ന് ഉറങ്ങുന്ന പൗലോസ് പറയുക, കഴിഞ്ഞ രാത്രി ഞാനും ദൈവവും തമ്മിൽ സമ്മേളനം ഉണ്ടായിരുന്നു. മിണ്ടുന്നില്ല. അലറിക്കൊതിക്കുന്ന സിംഹങ്ങളുടെ വായ്ക്കകത്തുനിന്ന് പുറത്തു വന്ന ദാനിയേൽ പറഞ്ഞു, ഇന്നലെ രാത്രിയിൽ ദൈവത്തിന് സ്തോത്രം, ഞാൻ കുഴിക്കകത്ത് വീണപ്പോൾ സിംഹങ്ങളുടെ വായടയ്ക്കാൻ ദൂതന്മാരിറങ്ങി. ഞാൻ ഇന്ന് വിടിരിക്കുന്ന ചിലരോട് ദൂത് പറയാം. നിന്റെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന വണ്ണം ആരെ വിഴുങ്ങണമെന്ന് കരുതി നിനക്ക് ചുറ്റി നടക്കുമ്പോൾ നിന്നെ തൊടാത്തത് എന്നാ കാര്യം? നിന്നോട് അടുക്കുമ്പോൾ അവന്റെ വായിക്കാരോ പിടിക്കുന്നു. നിന്റെ കുഞ്ഞിന് നേരെ ചീറി വന്നവൻ എന്താ അവനെ തൊടാഞ്ഞത്? എന്താ അവളെ തൊടാഞ്ഞത്? അവന്റെ അടുക്കൽ വരുമ്പോൾ ഒരു അദർശ്യ ശക്തി അവന്റെ വായ അടയ്ക്കുന്നു. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. തിരിച്ചറിഞ്ഞ് നിന്റെ അടുക്കൽ ഒരു അമാനുഷിക ശക്തിയുണ്ട്. നിന്നോട് അടുക്കുന്ന ദുർമന്ത്രങ്ങൾ ഒരു വഴിയായി വന്നത് 7 വഴിയായി തിരിച്ചോടുന്നു. എന്താ കാരണം? നിന്റെ വീട്ടുപേരിന്റെ മഹിമയല്ല. നീ ആരാധിക്കുമ്പോൾ, നീ സ്തുതിക്കുമ്പോൾ നിന്റെ മേൽ ഇറങ്ങി വരുന്ന യേശു. സ്തുതിക്കണമെങ്കിൽ സ്തുതിച്ചോ. സാത്താൻ ഇയ്യോബിന്റെ വീടിനെ എത്തി നോക്കിയ ചോടാൻ കാരണം അവന് കേറാൻ വയ്യാത്ത വേലി ഭക്തന് ചുറ്റും കെട്ടിയവനായ യേശു. ഞാൻ വചനത്തിന്റെ വിവരണത്തിലേക്ക് വരട്ടെ. 3 പേരെ കൊണ്ട് മറുരൂപ മലയുടെ മുകളിൽ കയറി. സ്തോത്രം. എന്നിട്ട് കർത്താവ് ചെയ്തത് നോക്കണേ. സ്തോത്രം, സ്തോത്രം. ഭൂമിയിൽ ഒരലക്കുകാരന് മലക്ക് വെളുപ്പിക്കാൻ വയ്യാത്ത പോലെ എൻ്റെ കർത്താവ് തേജസ്വിൽ അങ്ങോട്ട് വെളിപ്പെട്ടു. ഞാൻ ഈ വചനം നിങ്ങളുടെ മനസ്സിലോട്ടൊന്ന് കൊണ്ടുവരാനാ. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, ഈ ദർശനം ആരോടും പറയല്ല. ദൈവപുത്രനെ കണ്ടപ്പം അങ്ങോട്ട് കയറി ചെന്നപ്പോൾ 2 കാഴ്ചകളുണ്ടായി. യേശു തേജസ്വിൽ ഇങ്ങനെ വെളിപ്പെട്ട് നിൽക്കുക. പോയപ്പോൾ വേഷത്തിൽ മനുഷ്യൻ, മറുരൂപം മലയിൽ അവൻ തേജസ്സിൽ പ്രത്യക്ഷനായി എന്ന് പറഞ്ഞാൽ മുഴുസ്വർഗം ഇറങ്ങി വന്നു. നോക്കിയപ്പം പഴയ നിയമത്തിലെ 2 വാക്താക്കളോട് വെളിപ്പെട്ടു. ഒന്ന് മോശയും മറ്റൊന്ന് ഏലിയാവും. സംഭാഷണം നടക്കുക. നോക്കിയേ, ഇത് കണ്ടവർ ബോധം കിട്ട് നിലത്ത് വീടും. കർത്താവിനെ തൊട്ടുണർത്തി വെച്ച് പറഞ്ഞു, ദേ ആരോടും ഇത് പറയല്ല, പക്ഷെ നിങ്ങളുടെ അകത്തുനിന്ന് ഇത് പോകല്ലേ. മിണ്ടുന്നില്ല. ആരോടും പറയാത്ത ചിലത് നിന്റെ അകത്തുണ്ട്. ശുശ്രൂഷയുടെ പിമ്പിലെ രഹസ്യം എന്താണെന്നറിയാമോ? മോശെ, നിനക്കെന്നാടാ ഈ 40 ലക്ഷത്തെ ദൈവത്തിൽ വഹിക്കാനുള്ള ലീഡർഷിപ്പ്? അവൻ പറയും, മുൾപ്പടർപ്പിനകത്ത് ഇറങ്ങി നിന്നൊരു കാഴ്ച മറയാതെ എൻ്റെ അകത്തുണ്ട്. പറവോനെ, നിന്റെ പാമ്പുകളെ ഞാൻ പേടിക്കത്തില്ല. പറവോനെ, നിന്റെ കഠിന ഹൃദയത്തെ ഞാൻ പേടിക്കത്തില്ല. ഈ ജനത്തെ ഞാൻ വിടുവിക്കും. നീ കാണാത്തൊരു ദർശനം ഞാൻ കണ്ടിട്ടുണ്ട്. വിശ്വാസമുണ്ട്, ഒരു സ്തോത്രം ചെയ്യ്. ചിലര് കണ്ടിട്ടില്ലയോ? ഇരുന്ന് ആരാധിക്കുന്നതിന്റെ രഹസ്യം എന്താണെന്നറിയാമോ? മറ്റാർക്കുമില്ലാത്തൊരു അനുഭവം അവർക്കുണ്ട്. പത്മോസിലോട്ട് വലിച്ചെറിഞ്ഞിട്ടും എന്താ യോഹന്നാന് കാർഡിയാക് അറസ്റ്റ് വരാഞ്ഞ്? യോഹന്നാൻ പറയും, നിങ്ങൾക്കറിയാമോ ഞാൻ ചാരിയിരുന്നവന്റെ മാറിന്റെ ചൂട്. ഞാൻ ഈ ദൂതിന്റെ വിവരണത്തിലോട്ടൊന്ന് വരട്ടെ. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു ദൂത് പറയാം. നിന്നെ എവിടെ എടുത്തെറിഞ്ഞാലും ഒരു ഹൃദയബന്ധം ഉണ്ടെങ്കിൽ നീ അവിടുന്ന് കിളിർത്തു വരും. ആരും നിന്നെ വലിച്ചെറിഞ്ഞാലും, ഏത് ഡൊമിഷൻ എഴുന്നേറ്റാലും, ഏത് എതിരാളി എഴുന്നേറ്റാലും, ഏത് മന്ത്രവാദി എഴുന്നേറ്റാലും നീ അവിടുന്ന് എഴുന്നേറ്റ് വരും. സ്തുതിക്കാമെങ്കിൽ സ്തുതിക്ക്, ആരാധിക്കാമെങ്കിൽ ആരാധിക്ക്. ഈ ആരാധന സ്ഥലത്ത് ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി വരികയാ. വ്യക്തിപരമായി നിനക്ക് സ്വപ്നങ്ങളെ തരുന്നവൻ, നിനക്ക് ദർശനങ്ങളെ തരുന്നവൻ, നിനക്ക് വെളിപ്പാടുകളെ തരുന്നവൻ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ചിലക്ക് ചോദിച്ചിട്ടില്ലയോ, എത്ര ശ്രമിച്ചിട്ടും തകർക്കാൻ പറ്റാത്തതന്നെ? ഹാമാനോട് ദൈവത്തിന് സ്തോത്രം, ഭാര്യ സേരസ് പറയുക, അവൻ വെറുതെ അവനെതിരെ പോരെടുക്കരുത്. അതെന്നാ ഭാര്യയെ? ഉത്തരം, അവൻ യഹൂദനാണെങ്കിൽ, അവൻ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ നീ അവനെ ജയിക്കത്തില്ല.
നീ ഒരു പദ്ധതി ഇട്ടാൽ ആ പദ്ധതിയെ പൊളിക്കുന്ന ഒരു ദൈവം അവന്റെ കൂടെ. സ്തോത്രം ചെയ്യാമെങ്കിൽ ചെയ്യ. പ്രാർത്ഥിക്കുന്നവന്റെ ശക്തി അറിയ, പ്രാർത്ഥിക്കുന്നവന്റെ കാവൽ അറിയ, പ്രാർത്ഥിക്കുന്നവന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം അറിയ, പ്രാർത്ഥിക്കുന്നവന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ് എന്നോട് പറയുക, ദൈവത്തിന് സ്തോത്രം, മറ്റാർക്കുമില്ലാത്ത ബന്ധം നിനക്കും ദൈവവും തമ്മിൽ വേണം. റെഡിയാണോ നിങ്ങൾ? കൂടെ കൂടെ ഉപവാസങ്ങൾ വെക്കുന്നത്, 3 ദിവസം പ്രാർത്ഥന, 12 ദിവസം പ്രാർത്ഥന. ഞാൻ ഇപ്പോൾ ഓർക്കുക, കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് 12 മണിക്കൂർ പ്രാർത്ഥനയുണ്ടായി. ആ പ്രാർത്ഥനയ്ക്ക് ഷൊർണൂരിൽ നിന്നൊരു ഫാമിലി തലേന്ന് വന്ന് ദൈവത്തിന് സ്തോത്രം ഹോട്ടലിൽ താമസിച്ചുകൊണ്ട് ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. പ്രയർ കഴിഞ്ഞ് പോയിട്ട് 7 ദിവസം കഴിഞ്ഞ് അവരെന്നെ വിളിച്ചു. ആ അങ്കിളാ വിളിച്ചേ. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ 12 മണിക്കൂർ ലൈഫിൽ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുക. അടുത്ത ദൂത എന്നെ സന്തോഷിപ്പിച്ചത്, 12 മണിക്കൂർ എവിടാന്ന് ഇരുന്നേന്ന് മറന്നുപോയി. ഞാൻ 9 വിഷയം കൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് വന്നേ. ഇത്രയും ദിവസം കൊണ്ട് 7 വിഷയത്തിന് മറുപടി എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ഞാനൊരു ദൂത് പറയാം. എവിടെങ്കിലും പോയി ഒരു പ്രവചന ദൂത് കേൾക്കാനോ, ഒരു പ്രവാചകന് ഒരു ദൈവം ഒരു പോക്കറ്റ് മണി കൊടുക്കാനോ, ഒന്ന് തലേ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് കൊതിക്കുന്നത് നല്ലതാ. പക്ഷെ അതിനേക്കാൾ നല്ലതാ ഹൃദയം കൊണ്ട് ദൈവത്തോട് ഒട്ടുന്നത്. നിന്റെ വീട് സ്വർഗമാക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? നിന്റെ ഓഫീസ് സ്വർഗമാക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? നിന്റെ വീട്ടിൽ ദൂതന്മാരുടെ വിസിറ്റ് ആഗ്രഹമുണ്ടോ? നിന്റെ വീട്ടിൽ ദൈവത്തിന്റെ മേഘം ഇറക്കാൻ ആഗ്രഹമുണ്ടോ? നിന്റെ ബിസിനസ്സിനകത്ത് ദൈവശക്തിയെ വെളിപ്പെടുത്താൻ ആഗ്രഹമുണ്ടോ? ഇച്ചിരുടെ ഗഹനമായി ദൂതിനെ വിവരിക്കട്ടെ. കർത്താവ് പറഞ്ഞു, മറുരൂപയുടെ മലയുടെ മേളിൽ കയറി വെച്ച് പറഞ്ഞു, ഈ ദർശനം ആരോടും പറയല്ല, പക്ഷെ നിങ്ങളുടെ അകത്തുനിന്ന് പോകുകയും അരുത്. സ്തോത്രം. യായിറോസിന്റെ കുഞ്ഞ് മരണതുല്യമായ അവസ്ഥയുണ്ടപ്പോൾ യായിറോസ് യേശുവിൻ്റെ കാൽക്കൽ ചെന്ന് വീണിട്ട്, ദൈവത്തിന് സ്തോത്രം, യായിറോസിൻ്റെ വീട്ടിലോട്ട് യേശു പോകുമ്പോൾ 12 ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. വീടിൻ്റെ വാതിക്കൽ ചെന്നപ്പോൾ 9 പേരോട് പറഞ്ഞു, ഇവിടെ നിന്നു. 3 പേരോട് പറഞ്ഞു, എന്നോടുകൂടെ അകത്തോട്ട് വാ. അതെന്നാടാ കർത്താവ്? 3 കൊണ്ട് മറുരൂപമലയുടെ പോയി. 3 കൊണ്ട് എന്താടാവുകയെ? ദൈവത്തിന് സ്തോത്രം, അകത്തെ മുറിക്കകത്തോട്ട് പോയി. പറയാം, 9 പേര് നോട്ടക്കാര. ഈ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ശുശ്രൂഷ ആ പ്രാർത്ഥന. യേശു പ്രാർത്ഥിക്കുന്നത് ശിഷ്യന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ആ സമയത്ത് അവർക്ക് ഉറങ്ങാമല്ലോ. വേണ്ടുന്നില്ല. ഒരു പ്രേയറിനൊക്കെ കയറിയാ 7 മണിക്കൂറൊക്കെയാണ്. 7 മണിക്കൂർ അടിപൊളിയായിട്ട് ഉറങ്ങാം. ഇടയ്ക്കെങ്ങാനും കർത്താവ് കടന്നു നോക്കുവാണെങ്കിൽ, കണ്ണു തുറന്ന് നോക്കുന്ന ഉറക്കമാണ്. അപ്പോൾ കർത്താവ് ഇവിടെ ഒരു നാഴികയോ എൻ്റെ കൂടെ ഒന്ന് പിന്നെ അവർ ഇറങ്ങി വന്നപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, ഇനി ഉറങ്ങി അങ്ങ് സ്തോത്രം. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ കർത്താവ് പ്രാർത്ഥിക്കുന്ന ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഒന്ന് പ്രാർത്ഥിക്കാൻ കയറിയായിരുന്നു നമ്മളെ കഴിച്ചവട്ടെ. അപ്പോൾ അതുകൊണ്ട് സ്തോത്രം, പ്രാർത്ഥിക്കാൻ പോയപ്പോഴും 9 പേരെ അവിടെ നിർത്തിച്ച് 3 പേരെ കൊണ്ട് 9 ഇല്ല, ഒരു പുള്ളി വേറെ പരിപാടി നടത്താൻ പോകാം. ദൈവത്തോട് സ്തോത്രം. ശ്രദ്ധിക്കണം. ആ 3 പേരെ കൊണ്ട് പ്രാർത്ഥിക്കാൻ അടുത്ത് പോയി. വീണ്ടും യേശു 1 കല്ലേർ ദൂരം പോയി മുട്ടുകുത്തി. ഞാൻ ഈ ദൂതൊന്ന് വിവരിച്ചുകൊണ്ട് വരട്ടെ. എന്താ ഇതിൻ്റെയൊക്കെ രഹസ്യം? സ്തോത്രം. നീ 70ൻ്റെ കൂട്ടത്തിൽ വരുമോ? 12ൻ്റെ കൂട്ടത്തിൽ വരുമോ? 3ൻ്റെ കൂട്ടത്തിൽ വരുമോ? ഒരു യോഹന്നാൻ്റെ കൂട്ടത്തിൽ വരുമോ? നിങ്ങൾ തീരുമാനിച്ചുകൊണ്ട് വേണം ഈ ദൂതിനെ ഇന്ന് ശ്രമിക്കാൻ. ദൈവത്തോട് ഞാൻ പറയുന്നത് ദശാംശം കൊടുക്കുന്ന കാര്യമല്ല, സഭയുടെ മെമ്പർഷിപ്പിൻ്റെ കാര്യമല്ല, മറിച്ച് ഹൃദയബന്ധത്തിൻ്റെ കാര്യമാണ്. നിന്നെ പറപ്പിക്കാൻ ലോകം മുഴുവൻ എഴുന്നേറ്റാലും നിന്റെ 7 കിലോമീറ്റർ ദൂരെ വരത്തില്ല. നിന്റെ ബന്ധം ഇസ്രായേലിന്റെ ദൈവവുമായിട്ടാണ്. തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യ. യായിറോസിന്റെ വീട്ടിൽ ചെന്ന യേശുവിന്റെ ആദ്യത്തെ വാക്കാ, കരയണ്ട, കുട്ടി മരിച്ചിട്ടില്ല, ഉറക്കവാ. 9 പേര് തമ്മിൽ പറയാ, ഓഹോ ഉറക്കോ. 3 പേര് പറയാം, അതെ ഉറക്കോ. മിണ്ടുന്നില്ല. അകത്തോട്ട് കയറിയത് കാണാം. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജോസിന്റെ ബേക്കറിയുടെ വണ്ടി വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുന്നു. തിരുവല്ലക്കാർക്ക് മനസ്സിലാകാൻ പറഞ്ഞത്. സ്തോത്രം. എന്താ കാര്യം? യേശു കൈക്ക് പിടിച്ചത്, കൊച്ചിന് ആഹാരം കൊടുക്കുക. ഞാൻ ഇന്ന് വിട്ടിരിക്കുന്ന ചിലരോട് ദൂത് പറയാം, എങ്ങും നടക്കാത്ത കാര്യം നിന്റെ വീട്ടിൽ നടക്കാൻ, ഒരാടെയും ബെഡ്റൂമിൽ നടക്കാത്ത അത്ഭുതം നിന്റെ ബെഡ്റൂമിൽ തിരിച്ചറിഞ്ഞു സ്തോത്രം ചെയ്യുക. ദൈവം ചില വീടുകളെ തെരഞ്ഞു പിടിച്ച് ബ്ലസ് ചെയ്യും. നിന്റെ വീട് സ്വപ്നത്തിന്റെ കലവറയാകും. നിന്റെ വീട് സണ്ണി പാസ്റ്റർ വീട്ടിൽ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു. സ്തോത്രം. സുവിശേഷകനായ ഫിലിപ്പോസിന്റെ വീടിന്റെ പ്രത്യേകത, വീടിന്റെ കളറും പൗട്ടുമല്ല. പൗലോസ് വന്നാൽ ഫിലിപ്പോസിന്റെ വീട്ടിൽ വരും, അഗബോസ് വന്നാൽ ഫിലിപ്പോസിന്റെ വീട്ടിൽ വരും.
ഫിലിപ്പോസിന്റെ വീട്ടിലെ പെണ്ണുങ്ങൾ ബ്യൂട്ടി പാർലർ അന്നല്ല എഴുതിയേക്കുന്നത്, അവർ ദൈവത്തിന് സ്തോത്രം പ്രവചിക്കുന്നവരാ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, പ്രവചിക്കുന്ന സന്തതികൾ നിനക്കുണ്ടാകട്ടെ. നിന്റെ കുഞ്ഞുങ്ങൾ പ്രവചിക്കട്ടെ. മുകളിലത്തെ നില നീ ഇറങ്ങി വരുമ്പോൾ താഴത്തെ നിലയിൽ നിന്റെ കുഞ്ഞുങ്ങൾ പ്രവചിക്കുന്ന കാഴ്ച. എനിക്കെന്തോ ഒരു ദൂത് ദൈവം തരുന്നു. ഇതിനകത്തൊരു പ്രവാചക അഭിഷേകം വ്യാപരിക്കുന്നു. വഴിതെറ്റിപ്പോയ തലമുറയോട് പ്രവചിക്കുന്ന ഒരു ജനറേഷൻ. രക്തം ജയം, രക്തം ജയം. ഞാനൊരു രാജ്യത്ത് സുവിശേഷം പ്രസംഗിക്കാൻ പോയ സമയത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് പോയ അച്ചായന്മാരുടെ മക്കള് സ്തോത്രം, ഞാൻ ആ സുവിശേഷ പ്രസംഗം കഴിഞ്ഞ് എന്നോട് ചോദിച്ചു, പാസ്റ്റർ പരസ്യയോഗത്തിന് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആട്ട് പോയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മൈക്കും എടുത്തോണ്ട് നല്ല ചുറുചുറുപ്പുള്ള പെണ്ണും ചെറുക്കനൊക്കെ കവല നിന്നോണ്ട് യേശുവിനെ പ്രസംഗിക്കുക. ഞാൻ പ്രസംഗിച്ചില്ല, ഞാൻ കണ്ടേ ഉള്ളൂ. എൻ്റെ ഉള്ളം നന്ദി കൊണ്ട് നിറഞ്ഞു. സാത്താൻ എടുക്കൽ വന്ന് യേശുവിനോട് പറഞ്ഞു, ഒരു വെള്ളാരം കല്ല് കാണിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാമേ, ഈ കല്ലൊന്ന് അപ്പമാക്കടാ. യേശുവിന്റെ മറുപടി കേട്ടോ, സാത്താനെ, അപ്പം തിന്ന് വളരുന്ന സന്തതിയെ നീ കണ്ടിട്ടുള്ളൂ, വചനം തിന്ന് വളരുന്ന ഒരു തലമുറയെ ഞാൻ ജനിപ്പിക്കാൻ പോവുക. ഒരാമയും വരുന്നില്ല. നിന്റെ സന്തതി എന്തായെന്നല്ല ചോദ്യം. അവന് വചനം ഭക്ഷിക്കാൻ പറ്റുന്നുണ്ടോ? അവന് വചനം നിന്ന് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? അവൻ ജീവിക്കുന്നത് കൃപയാലാണോ? തിരിച്ചറിഞ്ഞ് അല്പം കൂടെ സ്തോത്രം ചെയ്തേ ചുരുടെ ഗൗരവമായ ഭാഗത്തേക്ക് വരുക. അപ്പൊ കർത്താവ് എപ്പോഴും ഈ 3 പേരെ വ്യത്യസ്തരായി കൊണ്ടു നടന്നു. ഇവിടെ കർത്താവ് ശിഷ്യന്മാരും തമ്മിലുള്ള ഒരു സംസാരം നടക്കുക. ആ സംസാരത്തിനിടയ്ക്ക് ഉണ്ടായ ഒരു കാര്യമാണ് നിങ്ങളുടെ മനസ്സിലോട്ട് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. യേശുക്രിസ്തു 13-ാം അധ്യായം പഠിക്കുമ്പം സ്തോത്രം, യേശുക്രിസ്തു സ്തോത്രം ശിഷ്യന്മാരുടെ കാല് കഴുകുക. എന്തൊരു താഴ്മയാ. അടുത്തിരിക്കുന്നത് കൈ കൊടുത്ത് പറ, കുറച്ചൊക്കെ താഴ്മ വേണമെന്ന് പറ. ഭാര്യയും ഭർത്താവും ഒക്കെ അടുത്തിരിക്കുന്നതെന്ന് കൈ കൊടുത്ത് പറയുന്നത് നല്ല, കുറച്ചൊക്കെ താഴ്മ വേണം. അച്ഛാ ഇത്രയും പോരായോ? ചില ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ പറയും, കർത്താവേ അടിയാട്ടിയെ പൊടിയോളം താഴ്ത്തുന്നു. വീട്ടിൽ ചെന്ന് കുടുംബപ്രസവം തുടങ്ങുമ്പോൾ മുളപൊടി പോലെ പറക്കും. അങ്ങനല്ല, വാ കൊണ്ടല്ല താഴ്മ, ഹൃദയം കൊണ്ട താഴ്മ. അബ്രഹാം നോക്കിയ കൂടാരത്തിൽ സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിൻ്റെ ഭാര്യ സാറ അബ്രഹാമിനെ സ്തോത്രം അബ്രഹാം എന്ന് വിളിച്ചില്ല. നമ്മൾ ചില വീട്ടിൽ ചെന്ന ബാവുവേ എങ്ങനെ വിളിച്ചേ? അഡോണായി. എന്തോ ഒറ്റ വീട്ടിൽ വിളിക്കുന്നുണ്ടോ? ഉണ്ടോന്നൊന്ന് ചോദിച്ചേ. അടുത്തിരിക്കുന്ന ആൾ മുഖത്ത് ചോദിച്ചോളൂ, ഉണ്ടോ? കണ്ണടച്ചിരുന്നാൽ പറ്റത്തില്ല. ഇപ്പോൾ പ്രസംഗം കേൾക്കുമ്പോൾ കണ്ണടച്ചിരിക്കരുത്, പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടയ്ക്കണം. ഞാൻ സഹോദരിമാരോട് പറയുക, നിന്റെ ഭർത്താവിനെ യജമാനനെന്ന് വിളിച്ചില്ലെങ്കിലും ആ ഒരു മാന്യത കൊടുത്ത ഒരു പുരുഷൻ്റെ അകത്ത് ഒരു രാജാവും ഉണ്ട്, ഒരു യോദ്ധാവും ഉണ്ട്. ആദ്യമാൻ അറിയാണ്ടിരിക്കുക. ചില സ്ത്രീകൾ ആ പുരുഷൻ്റെ അകത്ത് ആ യോദ്ധാവിനെ ഉണർത്തി വെച്ച് ഞങ്ങളോട് എന്നും പറയും, എൻ്റെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക. അച്ഛൻ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര മെനകേടാ, പാസ് പ്രാർത്ഥിക്കണം. നമ്മൾ ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ട് ഒതുങ്ങിയിട്ടില്ല. ഒരു സിമ്പിൾ വേ ഉണ്ട്. നീ നിൻ്റെ ഭർത്താവിൻ്റെ അകത്തെ രാജാവിനെ ഉണർത്തിയ രാജ്ഞിയായിട്ട് ജീവിക്കാം. എന്തോ വേണമെന്ന് അവരോട് തീരുമാനിച്ചോണം. യോദ്ധാവിനെ ഉണർത്തിയ ചാരയിലൂടെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നെങ്കിൽ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ആ മനുഷ്യനിലെ രാജാവിനെ ഉണർത്താൻ ആഗ്രഹിക്കണം. അതിൻ്റെ കാരണം എന്താ? അപ്പം നിനക്ക് രാജ്ഞിയായിട്ട് നിൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ 1000 വാക്കായിരിക്കും. സ്തോത്രം. എൻ്റെ ഭാര്യയോ പോട്ടെ, അതൊന്നും പറയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. വെഡിങ് അനുസരിക്കാൻ ചില പ്രാർത്ഥിക്കാൻ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ ദൈവമേ. ഒരു ദിവസം ഒരാൾ വെഡിങ് അനുസരിക്ക് തമാശയായിട്ട് എന്നോട് പറഞ്ഞ, പാസ്റ്റർ കാർഗിൽ യുദ്ധത്തിൻ്റെ 19ാമത്തെ വർഷമാണ്. എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ ഞാൻ അപ്പുറത്ത് പോയിരുന്ന് ചിരിച്ചു. കാർഗിൽ യുദ്ധത്തിൻ്റെ പോട്ടെ, പുള്ളി തമാശ രൂപത്തിൽ പറഞ്ഞതാ. എന്നാലും ചിലരുടെയൊക്കെ കാർഗിൽ യുദ്ധമാണെന്ന് നമുക്ക് അറിയാം. പോട്ടെ, അത് ഞാൻ പറഞ്ഞു വിഷമിപ്പിക്കുന്നത്. ഞാൻ വിഷമിപ്പിക്കുന്നതല്ലല്ലോ ദൂത്. യോഹന്നാൻ 13:4. അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ചൊരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. ഞാൻ ചുമ്മാ ചോദിക്കുകയാണേ, ഒരു ലിമിറ്റിനും പുറത്ത് പൊങ്ങിയാൽ പിന്നെ നമ്മൾ താഴുവോ? ഞാൻ അറിയാൻ ചോദിക്കുക, താഴുവോ? വലിയ പാടാ അല്ലേ? ഒരു ലിമിറ്റിനപ്പുറത്ത് പൊങ്ങിയാൽ പിന്നെ നമുക്ക് ചിലരൊക്കെ കാണുന്ന വലിയ പുച്ഛമാണ്. നമ്മുടെ അപ്പൻ
ഈ പുള്ളിയെക്കാട്ടി ഗതികെട്ട് കിടക്കുമായിരുന്നു. പക്ഷെ നമുക്ക് ഇച്ചിരി അനുഗ്രഹമൊക്കെ തന്നപ്പോൾ സ്തോത്രം, നമുക്ക് ചിലരോടൊക്കെ അങ്ങ് പുച്ഛമാണ്. പോട്ടെ, ഞാനതൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കുമല്ലോ, വലിയൊരു കാര്യത്തിലോട്ട് വരിക. അപ്പോൾ കർത്താവിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് നടക്കുമ്പം കർത്താവ് താഴെ നടക്കുമ്പോൾ തന്നെ കൂടെ നടക്കുന്ന 12 പേര്, ഈ 12 പേരെ തിരഞ്ഞെടുത്തെങ്കിലും എല്ലാവരും കൃത്യമല്ല. ഒരാൾ ഇങ്ങനെ സാത്താൻ ഇങ്ങനെ പുള്ളിയെ നോക്കി ഇട്ടേക്കുക. അതിന് രണ്ടാമത്തെ വാക്യം, അത്താഴമായപ്പോൾ പിശാച് ശീമോന്റെ മകനായ യൂദാ ഇസ്കറിയോത്താവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുക്കാൻ തോന്നിച്ചിരുന്നു. ഈ സാത്താന്റെ ഒരു പ്രത്യേകത, പുള്ളി ബോംബൊന്നും ഇടത്തില്ല. ആദ്യം ഒരാൾ കയറുന്ന ചെറിയൊരു തോന്നലായിട്ടാ. എന്തുവാ അടുത്തിരിക്കുന്ന ആളെ നോക്കി വെച്ചാൽ ആവശ്യമില്ലാത്ത ഒരു തോന്നലും ഉണ്ടാകില്ലെന്ന് പറ. ചിലൊക്കെ പറയത്തില്ല കയറുന്നു, എനിക്ക് തോന്നുന്നു. അപ്പോഴേ ഓർത്തണം ഈ പുള്ളിയാ. തോന്നലൊക്കെ ഈ പുള്ളിയാ. മിണ്ടുന്നില്ല, എനിക്ക് തോന്നുന്നു. ഇവിടെ യേശുവാണ് ശിഷ്യന്മാരുടെ കാല് കഴുകുക, ഇവൻ്റെയും കാല് കഴുകുക. ഇവൻ്റെ ഉള്ളിൽ തോന്നലങ്ങ് ബൈബിളിൽ വായിക്കാം, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്ത് മരണത്തെ പെറുന്നു. ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ അമ്മ വളരുന്ന പോലെ മോഹം ചില ഹൃദയത്തിൽ വളരുക. അതുകൊണ്ടായി ഞങ്ങൾ ഈ പ്രസംഗിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ മോഹത്തിൻ്റെ തലക്കിട്ടൊരു അടി കൊടുക്കുന്നു ചുറ്റിയോണ്ട്. എന്നാലും ചിലർ അന്നേരം കണ്ണടച്ചിരിക്കും, കാര്യം ഇത് കേട്ടാൽ അങ്ങ് പോയെങ്കിലോ. അങ്ങനെയല്ല, മോഹം മാറ്റണം. ദൈവഹിതമില്ലാതെ ജനിക്കുന്ന എല്ലാ മോഹവും മിണ്ടുന്നില്ല, അതിനെ ഇല്ലായ്മപ്പെടുത്തണം. അന്നേരം യേശു നോക്കിയേ, ദൈവത്തിന് സ്തോത്രം. അമ്മ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് 4-ാം വാക്യം, അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ചു, ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. കാല് കഴുകാനും തുടയ്ക്കാനും തുടങ്ങി. നമ്മൾ വല്ലതും ആന്നേ കഴുകട്ടെ, തുടയ്ക്കട്ടെ. വലിയ വലിയ ആൾക്കാരുടെ കാലൊക്കെ ചിലപ്പോൾ കഴിയെന്ന് വരും. അങ്ങനെയൊക്കെ ജാടയിരിക്കുന്ന ആൾക്കാരുണ്ട്, മിണ്ടുന്നില്ല. സ്തോത്രം, 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 ഹല്ലേലൂയ. പോട്ടെ, ഞാൻ ആ ഭാഗം പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല, എന്നാലും ഇച്ചിരി വിഷമിക്കുകയൊക്കെ വേണമല്ലോ. അപ്പോൾ താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പം യേശു ഒരു കാര്യം പറയുക. ഈ പത്രോസും അന്ത്രയോസും യാക്കോബ് യോഹന്നാൻ ഒന്നും അറിഞ്ഞില്ല ഈ സാത്താൻ യൂദായി കയറിയ കാര്യം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മളെല്ലാം വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു തിരുത്തു വരുവേ, വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മുടെ സഭയിൽ ഭയങ്കര ദൈവാഭിഷേകമാണ്. ഇവിടെ ഒരു ഭൂതം വരത്തില്ലെന്ന് നമ്മുടെ വിശ്വാസം. അതിൻ്റെ കാരണം എന്താ? ഇവിടെ യേശു അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കാരണം യേശുവിൻ്റെ അടുക്കൽ നിന്ന് യൂദായുടെ അകത്തും ആരുണ്ടായിരുന്നു? ഇപ്പം ഇളകിയില്ലെന്ന് കരുതി ഭൂതം ഇല്ലെന്നല്ല. എൻ്റെ പാസ്റ്ററെ ഇന്നലെ യോഗം ഇങ്ങോട്ട് തുടങ്ങി, അച്ഛൻ നിന്നുകൊണ്ട് ഇങ്ങനെ വെപ്രാളം കാണിക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു. പണ്ട് ഇനി ഇങ്ങനെ കാണിക്കുന്ന എല്ലാം ഭൂതമല്ല. പണ്ടൊരു യോഗം നടന്നപ്പോൾ ഒരു പുള്ളിക്കാരത്തി തലയിട്ടാട്ടി. അപ്പോൾ അന്ന് പ്രസംഗിച്ച പാസ്റ്റർ ഇന്ന് തലയെ കൈവച്ചു. നിങ്ങൾ എത്ര പേരുണ്ട്? 4 പേരുണ്ട്. എപ്പോൾ പോവും? യോഗം കഴിഞ്ഞാൽ പോവും. ഇപ്പം പോകണം, പോത്തില്ല. നിന്നോട് അവിടുന്ന് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകും. പുള്ളിക്കാരത്തി എഴുന്നേറ്റ് പോയി, ഭർത്താവും 2 പിള്ളേരും പോയി. അവർക്ക് ഭൂതമല്ലായിരുന്നു. അവരോടത്ത് പാസ്റ്റർ തലയിൽ കൈവച്ച് ചോദിച്ചാൽ എത്ര പേരുണ്ട്? 4 പേര്. എപ്പോൾ പോയി? യോഗം കഴിഞ്ഞു പോകും. അല്ല ഇപ്പം പോകണം. അന്നേരം പുള്ളിക്കാരത്തി എഴുന്നേറ്റ് പോയി, പിള്ളേരെ തോണ്ടി അവരും എഴുന്നേറ്റ് പോകും. അപ്പോൾ ഒരാൾ തലയാട്ടിയെന്ന് കരുതി എന്തോ ആവുന്നണമെന്നില്ല, ഭൂതമാണെന്നില്ല. ഈ ഭൂതത്തെ അറിയാൻ ഭയങ്കര പാടാണ്. ഞാനൊരു വീട്ടിലൊരിക്കൽ എന്നെ ഒരു അങ്കിള് ഭയങ്കരമായിട്ട് എന്ന് ക്ഷണിച്ചിട്ട് ആ വീട്ടിൽ പോയി. കൊട്ടാരം പോലൊരു വീടാണ്. ഞാനവിടെ ചെന്നിരുന്നു. അച്ഛൻ എന്നെ സോഫയെ വിളിച്ച് ചോദിച്ചു, കുഞ്ഞമ്മേ പാസ്റ്റർ വന്നെന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തി വരുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു വണ്ടിയാൽ വലിയ കോഫി മഗിനകത്ത് സ്തോത്രം വലിയ കോഫി, പിന്നെ സ്തോത്രം കുറച്ച് ക്യാഷ് നോട്ടും ഒക്കെ വെച്ച് ഇങ്ങനെ വണ്ടി ഒന്നിക്കൊണ്ട് വരിക. എൻ്റെ അടുക്ക് വന്നിട്ട് കപ്പ് സോസിനും എടുത്ത് അടുത്തേ കൈപ്പിടിച്ച് ജഗ്ഗെടുത്ത് ചായ ഒഴിക്കാൻ നേരത്തെ എന്നോട് പറയുക, നിന്നെ ഞാൻ ചായ കുടിപ്പിക്കാടാ. നിന്നെ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മൾ ഭൂതങ്ങളുടെ ചായ കുടിക്കത്തില്ലെന്ന് പറഞ്ഞു. ഉണ്ടോ? ചുരുക്കി പറയാൻ പുള്ളിക്കാരത്തി ആ ചായ മൊത്തം താഴെ ഒഴിച്ചു. അവിടെ തന്നെ വീണു. ചൂട് ചായക്കകത്ത് കിടന്ന് ഉരുണ്ടു. ഭൂതം പോയി.
പുള്ളിക്കാരൻ എന്നോട് പറയാം, എൻ്റെ പൊന്നു ഭാഷ, കുഞ്ഞമ്മയുടെ ദേഹത്തൊരു കുഞ്ഞപ്പനുണ്ടെന്ന് ഇന്ന് അറിയുന്നത്. 5 കോടിയുടെ വീട്ടിൽ ഭൂതത്തിൻ്റെ കൂടെ താമസിക്കുക. സ്തോത്രം. ഓലപ്പരയാന്നേലും സ്തോത്രം, ദൈവമക്കളുടെ കൂടെ സ്വന്തം ഭാര്യയുടെ ഭൂതമില്ലാതെ താമസിക്കാൻ പറ്റുന്ന മഹാഭാഗ്യ. സ്തോത്രമൊക്കെ പോയി പോട്ടെ. ഇപ്പം ചിലർക്കൊരു പേടിയുണ്ട്, വല്ലതും ഉണ്ടോടാവേ. ഇന്നലെ പോയിട്ട് 8:45 ഒന്ന് ഇളകിയായിരുന്നു. ഇപ്പോൾ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും, ഞാൻ ചെറുക്കെ ഘനമായിട്ട് ഈ ദൂതിലോട്ടൊന്ന് വരിക. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഈ വചനം കയറണം, അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഇവിടെ. സ്തോത്രം. അപ്പോൾ ഈ യേശുക്രിസ്തു അരയിൽ തോർത്തു ചുറ്റി ശിഷ്യന്മാരുടെ കാല് കഴുകി ആ കാല് തോർത്തുകൊണ്ട് തുടയ്ക്കുമ്പോഴും ആ സർക്കിളിൽ തന്നെ പിശാച് ഒരാളുടെ ഉള്ളത്തിൽ തോന്നലായി വെളിപ്പെട്ടു. അപ്പം അതുകൊണ്ട് മീറ്റിംഗ് ഇരിക്കുന്ന ആരോടും ഭൂതത്തിന് പോരാട്ടം ഇല്ലെന്ന് ചിന്തിക്കരുത്. അരുതാത്തത്തിലേക്ക് ഹൃദയം വലിച്ചിഴയ്ക്കുന്നെങ്കിൽ അതിന് ഇന്ന് വേലി കെട്ടണം. അതാ ഇവിടുത്തെ ദൂത്. നിങ്ങൾ ശ്രദ്ധിയേ, യൂദായുടെ ദേഹത്ത് സാത്താൻ കയറുന്ന കാര്യം യോഹന്നാൻ അറിഞ്ഞോ? പറ. അന്ത്രയോസ് അറിഞ്ഞോ? പറ. പത്രോസ് അറിഞ്ഞോ? ഇല്ല. സിമ്പിളായിട്ട് സാത്താനകത്ത് കയറി തോന്നല്. അവനെ ചെന്ന് പിന്നെ പുരോഹിതനൊക്കെ പൈസ കൊടുത്തു, ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇന്നത്തെ കാലത്ത് മനസ്സിലാകുക, എനിക്ക് രംഗത്ത് വരാൻ പറ്റുന്നത് ഞാൻ കയറി ഉമ്മ കൊടുക്കും. ഉമ്മ കൊടുക്കാൻ നേരത്തെ ഞാൻ മെസ്സേജ് അയക്കും, ഇപ്പോൾ ആരുമില്ല വന്നോളാൻ, നിങ്ങൾ വാട്സാപ്പ് ഓൺ ചെയ്ത് വെച്ചോണം. ഉമ്മ കൊടുക്കുക, പിടിക്കുക, ഒന്നിച്ച് വേണം. ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തേക്കുക. ഈ സാത്താൻ കയറിയ ഭയങ്കര സെറ്റിങ്ങാ. പിന്നെ അങ്ങനെ സെറ്റ് ചെയ്ത് ഇപ്പോൾ വല്ലാത്തൊരു പരുവത്തിലായ. പോട്ടെ, ഞാനൊന്ന് പറഞ്ഞ് വിഷമിപ്പിക്കും. അപ്പോൾ കർത്താവ് പരസ്യമായിട്ടൊരു കാര്യം പറയുക. ഇനി ദൂതിലോട്ട് വരിക. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവത്തിന് സ്തോത്രം. 21-ാമത്തെ വാക്യം. ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി. ഇത് പറഞ്ഞിട്ട് സംഭവം മേളി വിവരിക്കാൻ പോയാൽ അത് വിവരിക്കേണ്ടി വരുന്നതുകൊണ്ട് ഞാൻ അത് വിടുക. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അപ്പുറത്തും പോലും വായിക്കാം. യേശു ഉള്ളം കലങ്ങി. അവിടെ തൊട്ട് യേശു ഉള്ളം കലങ്ങി. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കുന്ന സാക്ഷീകരിച്ച് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ എന്നെ കാണിച്ചു കൊടുക്കും. കർത്താവ് പറയാം, നിങ്ങളിൽ ഒരാൾ. കർത്താവിനറിയാം. സ്തോത്രം. കാല് കഴുകുമ്പോഴും കാല് തുടയ്ക്കുമ്പോഴും ഏതോ ഒരുവൻ്റെ അകത്ത്, സ്തോത്രം, യൂദായുടെ അകത്ത് സാത്താൻ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. മിണ്ടുന്നില്ല. എന്നോട് ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം. പത്രോസ് പലവട്ടം കർത്താവിനെ തള്ളിപ്പറഞ്ഞു. പക്ഷെ ഒറ്റ നോട്ടത്തിൽ പത്രോസ് പൊട്ടിക്കരഞ്ഞു. യൂദായുടെ ഡയറക്റ്റ് ദൈവം പറഞ്ഞിട്ടു യൂദ അതിൽ നിന്ന് മടങ്ങി വന്നില്ല. യോഗത്തിനൊക്കെ വരുമ്പോഴേ തെറ്റും കുറ്റമൊക്കെ മനുഷ്യന് വരുവേ. അതാർക്കാ വരാതെ? ഒരു തെറ്റും ഇല്ലാത്തവരുന്ന് കൈപൊക്കിക്ക് ഉണ്ട്, ഒരെണ്ണമില്ല. മിണ്ടുന്നില്ല. അങ്ങനെ ഈ ജഡത്തിൽ താമസിക്കാൻ പറ്റുമോ? വെച്ചാ പറ്റുമോ? ഒരു തെറ്റും ഇല്ലാതെ പറ്റുമോ? ഞാൻ തെറ്റല്ലല്ലോ പറയുന്നത്. പറ്റുമോ? ഇല്ല. അങ്ങനെ തെറ്റൊക്കെ വന്നാൽ യോഗത്തിന് വരുമ്പോഴേ, വചനം കേൾക്കുമ്പോൾ, കർത്താവേ എന്നോടാണല്ലോ, അയ്യോ ഈ കർത്താവ് കണ്ടല്ലോ. ചില ആൾക്കാർ അങ്ങനൊരു ബോധമൊന്നുമില്ല. ചില യോഗത്തിനോട് ഇരുന്ന് പൊട്ടിക്കറി, ദൈവം ഞാനങ്ങ് അറിയാതെ അതങ്ങ് പറഞ്ഞു പോയി. മിണ്ടുന്നില്ല. പണ്ടൊരു പാസ്റ്റർക്ക് ഒരു അബദ്ധം പറ്റി. പാസ്റ്റർ സ്കൂട്ടർ ഓടിച്ച് പോയപ്പോൾ ഒരു വണ്ടിക്കാരൻ കയറ്റി വിട്ടില്ല. അപ്പോൾ ആ വണ്ടിക്കാരന് ക്രോസ് കയറ്റി വിട്ടു. മര്യാദയ്ക്ക് വണ്ടി ഓടിക്കണോടാ, നീ അങ്ങനെ കാരുടെ ലൈസൻസ് കുറേ ചാടിച്ച് ആ പുള്ളി മിണ്ടിയില്ല. കുറച്ചു നേരം കഴിഞ്ഞ് ഈ പുള്ളി പ്രസംഗിക്കേണ്ട വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിൽ ആ കാർ പുറച്ചിൽ ആ കാറ് കിടക്കുന്നു. അവിടുത്തെ അച്ഛൻ ഇറങ്ങി വന്നു. അച്ഛന് മനസ്സിലായി ഇന്ന് പ്രസംഗിക്കേണ്ട പാസ്റ്റർ ചൂടായേ. അതുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്തില്ല, പാസ്റ്റർ ആ വീട്ടുമുറ്റത്തിട്ട് വണ്ടി റൗണ്ട് അടിച്ച് വീട്ടിൽ പോയി. പിന്നെ എന്തോ പ്രസംഗിക്കാനാ? ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. സ്തോത്രം. പണ്ടൊക്കെ സ്തോത്രം നമ്മുടെ അറിവില്ലായ്മയുടെ കാലത്ത് നമ്മൾ വണ്ടി കയറ്റി ക്രോസൊക്കെ ഇപ്പോഴും വെക്കുന്നവരുണ്ട്. പുറകെ വരുന്നവൻ ഭ്രാന്ത് പിടിച്ചവനാണേ, പണി ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് അങ്ങനൊന്നും ചെയ്യല്ലേ. സ്തോത്രം. ഞാൻ പെട്ടെന്ന് ആ ദൂതിൻ്റെ പ്രധാന ഭാഗത്തോട്ട് വരിക. നിങ്ങളിൽ ഒരാൾ എന്നെ കാണിച്ചു കൊടുക്കും. നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കുന്ന സാക്ഷീകരിച്ച് പറഞ്ഞു. ഇനിയും ആ പറയാൻ പോകുന്ന ദൂത് ഇതാരെ കുറിച്ച് എനിക്ക് ദൈവം ഒരു ഉറപ്പ് തരുന്ന പറയാം. ആരോടും പറയാത്ത ചില കാര്യം
നിന്നോട് പറയാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ആരും കാണാത്ത സ്വപ്നം നിന്നെ കാണിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ആരോടും പ്രവചിക്കാത്ത ദൂത് നിന്നോട് പ്രവചിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഓ, എത്ര പേര് അതിനായിട്ട് ഒരുങ്ങും യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ ആ ദൂതിലോട്ട് വരിക. നിങ്ങളിൽ ഒരാൾ എന്നെ കാണിച്ചു കൊടുക്കും. നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് സാക്ഷീകരിച്ച് പറഞ്ഞു. ഇതാരെക്കുറിച്ച് പറയുന്നെന്ന് ശിഷ്യന്മാർ സംശയിച്ച് തമ്മിൽ തമ്മിൽ നോക്കി. ശിഷ്യന്മാർ ഈ കണ്ണ് വർത്താനം പറയുമോ? പിന്നെ അടിപൊളിയാണ്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഭർത്താവും ഭാര്യയും കൂടെ പറയും. നമുക്ക് അവരെന്തോ കണ്ണ് കാണിക്കുന്നു. പക്ഷെ അവർക്ക് രണ്ടിനും കാര്യം മനസ്സിലായി. ഇന്ന് ആ പുള്ളിക്കാരത്തി പുതിയ ബനാറസ് പട്ട് എടുത്തുകൊണ്ട് വരുമ്പോൾ നീ നോക്കിക്കോണം എന്നാ ഭാര്യയും ഭർത്താവും പറഞ്ഞിട്ട് വന്നു. അങ്ങനെ ഇരുന്നപ്പോൾ പറഞ്ഞ ആൾ കയറി വരുമ്പോൾ ഭർത്താവ് കാണിക്കുക. കണ്ടവർക്ക് മനസ്സിലായില്ല, പറഞ്ഞവർക്കെല്ലാം. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒത്തിരി കുറ്റം പറഞ്ഞ് നമ്മൾ രാത്രി മുഴുവൻ ഡൈനിങ് ടേബിളിന് ചുറ്റും ഇരുന്ന് കുറ്റം പറഞ്ഞ ആൾ യോഗത്തിന് കയറി വരും. നമ്മൾ പറയാം, ഇന്നലെ നമ്മൾ പറഞ്ഞ ആൾ ഉണ്ടോ? കണ്ണും കാലും ഒക്കെ കാണിക്കാത്തവർ ഓർത്തോണം, ഇന്നലെ ഒന്നും പറഞ്ഞില്ലായിരുന്നു. പോട്ടെ, അതും പറഞ്ഞ് ഞാൻ അവിടുന്ന് വിടുക. സ്തോത്രം. ഇവിടെ എന്താ മനസ്സിലാക്കുന്നത്? ഇച്ചിരൂടെ ഗഹനമായിട്ട് ദൂതിലോട്ട് പോകാം. അപ്പം ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞു, ഇതാരെക്കുറിച്ച് പറയുന്നെന്ന് ശിഷ്യന്മാർ സംശയിച്ച് തമ്മിൽ. ഈ നമുക്ക് പൊതുവെ ഒരു ജോക്കുണ്ടേ, ഈ ചില ദൂതൊക്കെ വരുമ്പം നമ്മൾ നിങ്ങളോടാ കേട്ടോ, സത്യം പറയുന്ന പുള്ളിയോടാണേ. ആ പുള്ളിക്ക് അത് ചമ്മിയിട്ട് പുള്ളി അടുത്ത ആളോട് പറയാം നിന്നോടാന്നേ. അന്നേരം ഒരു ചെറിയ സമാധാനം. ഇപ്പം ഞാൻ ഇവിടെ ശാന്തം ഭാഷ പ്രസംഗിച്ചപ്പോൾ ഒരു ദൂത് എനിക്കിട്ട് കൊണ്ടു. ഒരെണ്ണം ഞാൻ സണ്ണിച്ചാനെ കൈ കൊടുത്തത്, സണ്ണിച്ചാനോടാന്നേ ഇത് ഞാൻ പറയുന്നത് ഓർത്തോണം. അത് എനിക്കിട്ട് തന്നെ ആ ദൂത് വന്നേക്കുന്നത്. ഞാൻ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കുക, നിങ്ങൾ ശ്രദ്ധിച്ച്. അപ്പോൾ എന്താ ഇവിടുത്തെ സന്ദേശം? നിങ്ങൾ ശ്രദ്ധിച്ച്. അവർ തമ്മിൽ ആരാ വായിച്ചേ. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിന്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു. അവർ കാണുകയാണ് 11 പേര് മാറി നിൽക്കുമ്പോൾ ഒരുവൻ ആ മാറോട് ചാരിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, നിനക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം സ്തോത്ര കാഴ്ച ബന്ധമാണോ? ദശാംശ ബന്ധമാണോ? കയ്യടി ബന്ധമാണോ? മറുഭാഷയുടെ ബന്ധമാണോ? അതോ മാറോട് ചാരുന്ന ബന്ധമാണോ? ഓ ഹല്ലേലൂയ. ആർക്കും പിടിച്ചു വേർപിരിക്കാൻ കഴിയാത്ത ആഴമേറിയ ബന്ധം കൊണ്ട് അരക്കിട്ടുറപ്പിച്ചതാണോ നിന്റെ ജീവിതം? മിണ്ടുന്നില്ല. നിന്നെ വശീകരിക്കുന്ന ദലീലാമാർ നിനക്കെതിരെ നിഗൂഢമായ വാക്കുകൾ അഴിച്ചുവിടുമ്പോൾ അവിടെ വാക്കുകളിൽ കുടുങ്ങി നിന്റെ ഹൃദയം തുറന്നു പറഞ്ഞ് ശേഷം മനുഷ്യനെ പോലെ കൂത്തുകാഴ്ചയായി നിന്നെ ചമ്മി ബന്ധിച്ചിടുന്ന അവസ്ഥ ഉണ്ടാകരുത്. തിരിച്ചറിഞ്ഞൊരു സ്തോത്രം ചെയ്തേ. ഇച്ചിരൂടെ ഗഹനമായിട്ട് ഞാൻ ആ ദൂതൊന്ന് കൊണ്ടുവരട്ടെ. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ യേശുവിൻ്റെ മാറോട് ചാരിക്കൊണ്ടിരുന്നു. ഓ ജീസസ്. വായിക്കാം. ശിമോൻ പത്രോസ് അവനോട് ആംഗ്യം കാട്ടി. അവൻ പറഞ്ഞത് ആരെ കൊണ്ടെന്ന് ചോദിപ്പാൻ പറഞ്ഞു. ഓ ഹല്ലേലൂയ. ഈ ശിഷ്യന്മാരുടെ ഇടയിൽ ഇപ്പോൾ ഒരു വർത്താനമുണ്ട്. എന്താ അറിയോ? യേശുവിനോട് ആര് ചോദിച്ചാൽ പറയാത്ത കാര്യവും യോഹന്നാൻ ചോദിച്ചാൽ പറയും. ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യിപ്പിക്കാൻ പറയും, അവർ പറഞ്ഞാൽ ചെയ്യത്തില്ല. ബ്ലഡ് റിലേഷൻ ഒന്നും അല്ലേലും ജോസഫിച്ചാൻ പറഞ്ഞാൽ പാപ്പച്ചാൻ ചെയ്യും. എന്നാ അവരൊരു കുഴി ചാകാൻ നടക്കുക. നമ്മുടെ നാട്ടിലെ ഒരു ടോക്കാ പറയുന്നത്. ആര് പറഞ്ഞാൽ കേൾക്കും, അതാ ചോദ്യം. ഇന്നും ചോദിക്കുക, ആര് പറഞ്ഞാൽ കർത്താവ് നിൻ്റെ കാര്യത്തിൽ ചലിക്കും? ഹല്ലേലൂയ. സ്തോത്രം. ബൈബിളിലെ വെളിപ്പാടിലോട്ട് വരിക. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ ആശയമാ കർത്താവിനോട് പറ്റിയിരിക്കുക. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 6:17 എഴുതി, കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകയാത്മാവാകുന്നു. ഒരു ചോദ്യം ചോദിക്കുക, ആഗ്രഹമുണ്ടോ യേശുവിനോട് പറ്റിച്ചേർന്ന് ജീവിക്കാൻ? യേശുവുമായിട്ട് ഏകയാത്മാവിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക. ദൈവത്തിന് സ്തോത്രം. ഇനി നിത്യതയ്ക്ക് വിളിക്കപ്പെട്ടവരാ ദൈവമക്കൾ. അത് വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? എത്ര പേര് ഇതിനകത്തുണ്ട്? ഉള്ളവരൊരാമയും പറഞ്ഞേ. നിങ്ങൾക്ക് ദൈവം തന്നെ ഏറ്റവും വലിയ ദൂത കർത്താവിനോട് പറ്റിയിരിക്കണം. കർത്താവിനോട് പറ്റിയിരിക്കണം. അപ്പം നിങ്ങൾ ചിന്തിക്കരുത് പറ്റിയിരിക്കുന്നതുകൊണ്ട് എല്ലാ അനുഗ്രഹം കിട്ടുന്നു എന്ന് ചിന്തിക്കരുത്. വീട് പണിയുന്നതും കാറ് കിട്ടുന്നതും
പൈസ കൂടുന്നതും എല്ലാം ദൈവാനുഗ്രഹത്തിൻ്റെ ഭാഗമാണേലും അത് പറ്റിയിരുന്നത് കൊണ്ടാണെന്ന് ചിന്തിക്കരുത്. ഞാനൊരു വാക്യം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് മനസ്സിലായി. സംഖ്യാപുസ്തകം എടുത്ത 32-ാം അധ്യായം 11-12 വാക്യങ്ങൾ. സ്തോത്രം. കെനിസിനായ യെഫ്നയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നത് കൊണ്ട് അവരല്ലാതെ മിസ്രൈമിൽ നിന്ന് പോന്നവരിൽ 20 വയസ്സ് മുതൽ മേലോട്ടുള്ള ഒരുത്തനും 20 വയസ്സുള്ള മുതൽ മേപ്പോട്ടുള്ള ഒരുത്തനും ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തെ കാണുകയില്ല. അവർ എന്നോട് പൂർണ്ണമായി പറ്റി നിൽക്കായിക കൊണ്ട് തന്നെ. അപ്പൊ പറ്റിയിരുന്നാൽ, അപ്പൊ ചോദിക്കുക, പറ്റിയിരിക്കാതിരുന്നിട്ടും അവർക്ക് മന്ന കിട്ടിയോ? പറ. കിട്ടി. കാടപ്പക്ഷിയെ കിട്ടിയോ? കിട്ടി. അപ്പൊ തീക്കൽ പാറയിലെ വെള്ളം കുടിച്ചോ? പറ. പകൽ മേഘസ്തംഭത്തിന്റെ കീഴിൽ നടന്നോ? രാത്രി അഗ്നിസ്തംഭത്തിന്റെ കീഴിൽ. ചില ആൾക്കാർ പറയും ഒരു പരുവത്തിനങ്ങ് പോയാൽ മതി, നമ്മുടെ കൊച്ചിൻ്റെ കാര്യത്തിനും പ്രശ്നമില്ല, നമ്മുടെ കാര്യത്തിനും പ്രശ്നമില്ല. ഹല്ലേലൂയ. ഒത്തിരി ആത്മീയ എന്തിനാ നടിക്കുന്നത്? ഒരു പരുവത്തിന് പോയാൽ മതി. പരുവത്തിന് പോകും, പക്ഷെ അവിടെ ചെല്ലുകയല്ല. മിണ്ടുന്നില്ല. മന്നാ തിന്നത് കൊണ്ടോ, കാട പറന്നിറങ്ങിയത് കൊണ്ടോ, മേഘസ്തംഭത്തിൻ്റെ കീഴിൽ നടന്നുകൊണ്ടോ, അഗ്നിസ്തംഭത്തിൻ്റെ കീഴിൽ നടന്നോ കനാൻ നാട്ടിൽ പോകുകയല്ല. പോകണമെങ്കിൽ പൂർണ്ണമായി പറ്റണം. മിണ്ടുന്നില്ല. നാം ഇന്ന് പകൽ ആർക്കുമില്ലാത്തൊരു ഹൃദയബന്ധം എൻ്റെ കർത്താവുമായിട്ടുണ്ടായാൽ ആരുടെയും ലൈഫിൽ നടക്കാത്ത അത്ഭുതം നിന്റെ ലൈഫിൽ നടക്കും. എത്ര പേരതിന് ആമയും പറയും? ഞാൻ പറഞ്ഞല്ലോ, ഇത് കയ്യടി. ഹൃദയബന്ധത്തിൽ നിന്ന് കയ്യടി ഉയരണം. ഹൃദയബന്ധത്തിൽ നിന്ന് അന്യഭാഷ ഉയരണം. ഹൃദയബന്ധത്തിൽ നിന്ന് സ്തോത്രം ഉയരണം. ഹൃദയബന്ധത്തിൽ നിന്ന് ആരാധന ഉയരണം. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നീ ദൈവവുമായിട്ടൊരാഴമായ ബന്ധത്തിലാണെങ്കിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കാൻ ദൈവത്തിന് കഴിയുക. ഒരാമയും പറഞ്ഞാട്ടെ. ആരോടോ ദൈവം പറയാ, വളരെ അടുത്തു തന്നെ നിന്റെ കൂടാരത്തിലൊരു ദൈവപ്രവൃത്തിയുണ്ട്. വളരെ അടുത്തു തന്നെ നിന്റെ കുഞ്ഞിൻ്റെ ലൈഫിലൊരു ദൈവപ്രവൃത്തിയുണ്ട്. വളരെ അടുത്തു തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത റേഞ്ചിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുക. നീ വിളിച്ചു പറയണം, ഇതൊരു ഹൃദയബന്ധമാണ്. ഹൃദയബന്ധം വേണമെങ്കിൽ ബൈബിൾ പറയുക, അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും നടത്തി കൈ കൊടുത്ത് പറ, വിശുദ്ധരായാലേ അടുക്കാൻ പറ്റുമെന്ന് പറ. ഉണ്ടെന്നില്ല. സ്തോത്രം, സ്തോത്രം. ഞാൻ ഇച്ചിരിയുടെ ഗഹനമായിട്ട് പറയാം. അപ്പം ദൈവത്തിന് സ്തോത്രം. അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം. 63-ാം സങ്കീർത്തനം ദാവീദാ ചവച്ചത്. 8-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു. ദാവീദ് പറയുക, എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. എൻ്റെ ഉള്ളം എന്ത് ചെയ്തേക്കോ? നിന്നോട് പറ്റിയിരിക്കുന്നു. ശൂഹം. ദൈവത്തിന് സ്തോത്രം. ഉത്തമഗീതങ്ങളിൽ വാക്യമുണ്ട്, ഞാൻ ഉറങ്ങുമ്പോഴും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. എന്തിനാ? വാതിക്കൽ മുട്ടുന്ന പ്രിയൻ്റെ സ്വരം കേൾക്കാൻ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ചില ദൈവമക്കൾ ഉറങ്ങുന്നെങ്കിലും രാത്രി അവരുടെ ഹൃദയം ഉറങ്ങത്തില്ല. എന്താ കാര്യം? ഇന്ന് രാത്രി എനിക്കൊരു സ്വപ്നം കിട്ടും, ഇന്ന് രാത്രി എനിക്കൊരു വെളിപ്പാട് കിട്ടും, ഇന്ന് രാത്രി എനിക്കൊരു ഭാവി. യെസ്, തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം കൂടെ എടുത്തേ, 10-ാം വാക്യം. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം 10-ാം വാക്യം. മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് യഹോവ മോശയോട് ഈ വാക്ക് കൽപ്പിച്ചത് മുതൽ ഈ 45 സംവത്സരത്തോളവും എന്നെ ഇതാ താൻ അരുളി ചെയ്തിരുന്ന പോലെ ജീവനോട് വെച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. ഇപ്പോൾ എനിക്ക് എത്ര വയസ്സായി? 85 വയസ്സായി. ആരാ പറയുന്നേ? എത്ര പേരുടെ അകത്ത് ലൈറ്റ് ഓൺ ആവുന്നെന്ന് അറിയാനാ. ഇപ്പോൾ എനിക്ക് എത്ര ഉണ്ട്? 85 വയസ്സായി. ഇനി വയസ്സായെന്നൊക്കെ പറയുന്നവർ ഇതോടൊന്ന് കേട്ടോണം. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. എത്ര? 85-ാമത്തെ വയസ്സിലും എനിക്ക് ആരോഗ്യമുണ്ട്. 40 ഉള്ളവർ 8-10 എന്നാ പോകുന്നത്. ഇങ്ങനെ അതിനെ ഈ വാക്യമൊക്കെ നിന്റെ വീടിനകത്ത് എഴുതി വെക്കണം. എനിക്കിപ്പോൾ എത്ര വയസ്സുണ്ട്? 85 വയസ്സുണ്ട്. മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്ന് എനിക്ക് ആരോഗ്യമുണ്ട്. നിങ്ങൾ കണ്ടോ, വെൺമണി എന്നൊരു അച്ഛൻ വന്ന്, ഞാനിപ്പോ 80-ാമത്തെ വയസ്സിൽ കയറുക, എണ്ണ ചുറുചുറുപ്പാ, മിണ്ടുന്നില്ല. ഇവിടെ 42 ആയപ്പോളെ ശബ്ദം ഇക്കിളും വന്നു, ഭാര്യയുടെ കൈക്ക് പിടിച്ചോണ്ടാ നടക്കുന്നു.
രോഗമല്ല പ്രശ്നം, നിന്റെ ഉള്ളിലെ ബലമാ പ്രശ്നം. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ഓരോ സഭായോഗത്തിനും വരുന്നത് നിന്നെ ധൈര്യപ്പെടുത്തി വിടാനാ, നിന്റെ അകത്ത് അഭിഷേകം പകർന്നു വിടാനാ. പെട്ടെന്ന് പോട്ടെ, അല്ലെ ഇവിടെ തീരത്തില്ല. മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്ന് എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടുവാനും പോകുകയും വരികയും ചെയ്യുവാനും എന്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. ഇന്നുകൊണ്ട് അടുത്തിരിക്കുന്ന കൈ കൊടുത്തു, ആരോഗ്യത്തിലൊരു വിടുതലാന്ന് പറ. ഒന്നുകൊണ്ടൊന്ന് കൈ കൊടുത്തു പറ, ബ്രദറെ സിസ്റ്ററെ, ആരോഗ്യത്തിലൊരു വിടുതലാന്ന് പറ. ബൈബിളിൽ വാക്യമുണ്ട്, സത്യം. ഇതാ ഞാൻ രോഗശാന്തി, ബാക്കി പറഞ്ഞോ, ആരോഗ്യം വരുത്തി. ഇല്ല, പക്ഷേ വരുത്തി നിന്നെ ഞാൻ സൗഖ്യമാക്കും. ഇതാ ഞാൻ രോഗശാന്തി, ആരോഗ്യം വരുത്തി. ചില ശരീരങ്ങളിൽ ആരോഗ്യം വരട്ടെ, ചില ശരീരങ്ങളിൽ ആരോഗ്യം വരട്ടെ. ശരീരത്തെ തകർക്കുന്ന ദുരാത്മ മേഖലകൾക്ക് ആമി ദൈവം അതിരിടട്ടെ. ആ കൈയൊന്ന് അടിച്ച് ആരാധിച്ചേ. ആരോഗ്യമുള്ള ഒന്ന് ആരോഗ്യത്തോടൊന്ന് ആരാധിച്ചേ. ആമി ഇതാ ഞാൻ രോഗശാന്തി, ആരോഗ്യം വരുത്തി. നിന്റെ ബ്ലഡ് സിരകളിലൂടെ പരിശുദ്ധാത്മാവിന്റെ പവർ കയറിയിറങ്ങട്ടെ. ഇന്നൊരു ആരോഗ്യത്തിന്റെ ശക്തി ചില ശരീരങ്ങളില് ഞാൻ ആത്മാവിൽ കാണുമ്പോൾ ചില ശരീരത്തിൽ വ്യാപരിക്കുന്ന രോഗാത്മാവ്. ചില രോഗങ്ങൾ നിന്നെ വിട്ടുപോകട്ടെ, ചില രോഗബാധകൾ അഴിയട്ടെ, ചില രോഗശക്തികൾ